ഹായ് എവ്രി വൺ. ഇന്ന് നമ്മൾ പോകുന്നത് മിസ്റ്റർ DIY എന്ന് പറയുന്ന ഹരിയാനയിലെ ഒരു വലിയ ഒരു സ്റ്റോറാണ്. ഇവിടെ കുറേ കാര്യങ്ങൾ നമുക്ക് കിട്ടും. ഭയങ്കര ലുട്ടിലൊടുക്ക് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ നല്ലൊരു സ്ഥലമാണിത്. അപ്പം നമുക്ക് പോവാം. ലെറ്റ്സ് ഗോ. നമ്മൾ കയറി. ആദ്യമേ തന്നെ നമുക്ക് കാണാൻ പറ്റുന്ന ഡോൾ സെക്ഷനാണ്. കണ്ടോ, നല്ല ഡോൾസൊക്കെ ഉണ്ട്. ദിസ് ഈസ് മൈ മാഷ. ഐ ഹാവ് ദ സെയിം ഡോൾ. എൻ്റെ ഡോളിൻ്റെ പേര് മാഷ എന്നാണ്. എൻ്റെ മാഷയുടെ സിസ്റ്റേഴ്സാണ് ഇതൊക്കെ. ഹായ്, മാഷ നല്ല സുഖമായിട്ടിരിപ്പുണ്ട്. നല്ല വെറൈറ്റി ഡോൾസ് ഉണ്ട്. കണ്ടോ, പെൻഗ്വിൻ. ഇതൊക്കെ വെച്ച് കിടക്കാൻ നല്ല സുഖമായിരിക്കും. നമ്മൾ കാണുന്ന പോലെ നല്ല സുഖമുള്ള ഡോൾസാണ് ഇതൊക്കെ. നമുക്ക് ഉറങ്ങാനാണെങ്കിലും കെട്ടിപ്പിടിക്കാനാണെങ്കിലും ഒക്കെ നല്ലതാണ്. ഇതും എൻ്റെ ഡോളാണ്, ടെഡി. ഇതപ്പോൾ ടെഡിയുടെ ബ്രദേഴ്സാണ് ഇതൊക്കെ. ഹായ്, പല കളേഴ്സിലുണ്ട്. പിന്നെ താഴെ ഒരു ക്യാരറ്റ്. നല്ല രസമുണ്ട്. ഇതൊക്കെ ബാഗ്സാണ്. ഇങ്ങനെ എനിക്കൊന്ന് കൊച്ചു പെൺപിള്ളേർക്കൊക്കെ ഇത് ഭയങ്കര ഇഷ്ടമായിരിക്കും. പിന്നെ ഇതിനിവിടെ എത്ര റേറ്റ്? ഇത് നമുക്ക് ക്ലോത്ത്സൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കാം, ഓർഗനൈസ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു ബോക്സാണ്. ഇതിനിവിടെ 230 റുപ്പീസാണ്. പിന്നെ കുറച്ച് ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് ഒക്കെ ഉണ്ട്. ആൻഡ് എലിഫൻറ്റിൻ്റെ ഷേപ്പിൽ പോട്ട് വരുന്ന വയലറ്റ് കളർ, ലാവൻഡർ കളറിൽ വരുന്ന ഫ്ലവേഴ്സ് ഉള്ളത്. ഇതിനകത്തൊരു രൂപ. ഇതിനിവിടെ 500 റുപ്പീസാണ്. 500 റുപ്പീസ് കുറവാണോ? കുറവാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കുറച്ച് കുഴപ്പമില്ലെന്നേ ഉള്ളൂ. ഇതൊക്കെ നമുക്ക് ഓഫീസ് ടേബിളിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ വെക്കാൻ നല്ലതാണ്. ഇതിന് 107 റുപ്പീസ്. അത്ര കുറവാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, ഇനി വേറെ എന്തൊക്കെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഫോട്ടോ ഫ്രെയിംസ് ഒക്കെ ഉണ്ട്. ഫോട്ടോ ഫ്രെയിംസിന് 250 റുപ്പീസാണ് ഇതിന്. കുറച്ച് ഫോട്ടോ ഫ്രെയിംസ്, ഫോട്ടോ ഒക്കെ വെക്കാൻ ഇഷ്ടമുള്ളവർക്കൊക്കെ ഇവിടെ ഇഷ്ടംപോലെ വെറൈറ്റി ഉണ്ട്. കണ്ടോ, ഒരു കളക്ഷൻ ഓഫ് ഫോട്ടോസ് വെക്കാം, ഫാമിലി അങ്ങനെയൊക്കെ. ഇനി 630 റുപ്പീസാണ് ഫാമിലി എന്ന് എഴുതിയേക്കുന്നത്. നിങ്ങളൊക്കെ ഫോട്ടോ വെക്കുന്ന ആൾക്കാരാണോ? ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് ഉണ്ട്. ഇവിടെ ഒരു ഫ്ലവറിന്, അതായത് ഈ ഒരു ഫ്ലവറിന് എനിക്ക് തോന്നുന്നു എത്രയാണ്, 120 റുപ്പീസ്. അത് കുറച്ച് കൂടുതലല്ലേ ഗൈസ്? എപ്പോഴും ഒറിജിനൽ ഫ്ലവർ തന്നെയാണ് നല്ലത്. അതാകുമ്പോൾ നമുക്ക് പല വെറൈറ്റിയിലൊക്കെ കാണാം. ഇതാണെങ്കിൽ കുറച്ചാൾ കഴിയുമ്പോൾ പൊടിയൊക്കെ പിടിക്കും. എല്ലാം എപ്പോഴും ഇങ്ങനെ തുടച്ചൊക്കെ നിൽക്കുന്നവരാണെങ്കിൽ നല്ലതാണ്. ഇതിങ്ങനെ ഹാങ് ചെയ്ത് വെക്കാം, നമ്മുടെ കിച്ചണിലൊക്കെ ഹാങ് ചെയ്ത് വെക്കാം. 250 റുപ്പീസാണ് ഒരു സെറ്റിന്. ഒരു സെറ്റെന്ന് പറയുമ്പോൾ ഇത്രയും, ഇതാണ് ഒരു സെറ്റ്. 250 റുപ്പീസ്. കുറവാണോ കൂടുതലാണോ എനിക്കതിനെപ്പറ്റി അറിയില്ല. ഓക്കെ, ഇനി നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോകാം. സ്റ്റിക്കേഴ്സ്. സ്റ്റുഡൻസിനൊക്കെ അവരെന്തെങ്കിലും അച്ചീവൊക്കെ ചെയ്യുമ്പോൾ സ്റ്റിക്കേഴ്സ് കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ നോട്ടൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി സ്റ്റിക്കേഴ്സ് എടുക്കാം. ഒത്തിരി വെറൈറ്റി സ്റ്റിക്കേഴ്സ് ഉണ്ട്. ഗേൾസിൻ്റെ ഈ പ്രിൻസസ്സസ് പോലെ ഉള്ളതുണ്ട്, ആനിമൽസിൻ്റെ ഉണ്ട്. പിന്നെ നമുക്ക് ഡയറിയൊക്കെ എഴുതുന്നവർക്ക് ഇങ്ങനെ അഡ്വെഞ്ചർ അല്ലെങ്കിൽ ലെറ്റേഴ്സ്, മേക്സ് മീ സ്മൈൽ, ഹേ, അങ്ങനെ കുറേയൊക്കെ ഉണ്ട്. ഇതിനൊക്കെ ഓവറോൾ 200 റുപ്പീസാണ് വരുന്നത്. നല്ല കളക്ഷനുണ്ട്, എനിക്കിഷ്ടപ്പെട്ടു. ഇനി നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോകാം. ഡാൻസ്, ഗേൾസിൻ്റെ ഹെയർ അക്സസറീസാണ് ഇവിടെ മുഴുവൻ. ഇവിടെ 31 തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 31-ന് നമുക്കിതാണ് കിട്ടുന്നത്, സെറ്റ് ഓഫ് ഹെയർ ബാൻഡ്. പിന്നെ അങ്ങോട്ട് കളറ് ടൈപ്പൊക്കെ മാറുന്നതനുസരിച്ച് റേറ്റ് മാറുന്നുണ്ട്. പിന്നെ ക്ലിപ്പുകളുണ്ട്, കാരണം നല്ല സ്റ്റൈലായിട്ടുള്ള ക്ലിപ്പുകളൊക്കെ ഉണ്ട്. ഇതിന് 54 റുപ്പീസാണ്. ഇപ്പോൾ അതിന് 49 കിട്ടും. പിന്നെ ബട്ടർഫ്ലൈ ഷേപ്പിലുള്ളതുണ്ട്, 59 റുപ്പീസ്. കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ടു. എനിക്ക് ഈ ഏരിയയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എസ്പെഷ്യലി അക്സസറീസിനെക്കാട്ടി കൂടുതൽ എനിക്ക് ഡോൾ സെക്ഷനാണ് ഇഷ്ടം, അല്ലേ? ഓക്കെ, ഇനി നമുക്ക് ഇവിടോട്ടൊക്കെ പെൻസിൽ, സ്റ്റേഷനറി ഐറ്റംസാണ്. അതൊക്കെ അവിടെ ഇരിക്കട്ടെ. പിന്നെ ഇവിടെ എന്താ, ടേപ്പ്, സ്റ്റിക്കി നോട്ട് പാഡ്സ്,
അങ്ങനെ കുറേ ഫയൽ ബോക്സുകൾ അങ്ങനെയൊക്കെയാണ്. നമുക്ക് ഈ സെക്ഷൻ മാറിപ്പോം. പിന്നെ ഇങ്ങോട്ട് വരുമ്പം ഇവിടെ ക്ലിപ്പുകളൊക്കെ ഉണ്ട്. പിന്നെ 73 റുപ്പീസാണ്. പിന്നെ ഈ ഒരു ഹെയർ ബാൻഡ് പല കളേഴ്സിനുണ്ട്. ഇതിന് 95 റുപ്പീസ്. ഇതൊക്കെ നല്ല രസമുണ്ട്, എനിക്കിഷ്ടമാണ്. ഓ, ഇത് കണ്ടോ, നല്ല ക്യൂട്ടായിരിക്കുന്നു. എനിക്ക് ഒരെണ്ണം താഴെ വീണു, അതെടുത്ത് വെക്കാം. ഇതിന് 95 റുപ്പീസാണ്. ഇത് പക്ഷെ കുഴപ്പമില്ല കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. എൻ്റെ കയ്യിൽ ഓൾറെഡി ഉണ്ട്, അതുകൊണ്ട് ഞാൻ വാങ്ങിക്കുന്നില്ല. ഓക്കെ, അവിടെ ക്ലോസ്ഡ് ആണ്. ഇവിടെ സ്പൂൺ, നൈഫ്, ഇങ്ങനെ കിച്ചൺ ആക്സസറീസാണ്, ടേബിൾ ക്ലോത്ത്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ. ഇവിടെ ഒരു ലൈറ്ററിന് 80 റുപ്പീസ്. ഓക്കെ, കൊള്ളാം കേട്ടോ. നമുക്ക് ഹെയറിൻ്റെ പുറകിൽ ക്ലിപ്പ് പോലെ വെക്കാൻ പറ്റുന്ന ഇതിന് 130 റുപ്പീസ്. കൂടുതലാണോ എനിക്കറിയില്ല, ഞാൻ അങ്ങനെ പോയി നോക്കിയിട്ടില്ല. ഓക്കെ, ഇവിടെ കുറേ ഹാൻഡ് ബാൻഡ്സ് ഉണ്ട്, കയ്യിൽ ഇടാൻ പറ്റുന്ന ബ്രേസ്ലെറ്റ്സ് ഉണ്ട്. പിന്നെ ഇതൊക്കെ നല്ല ക്യൂട്ടായിരിക്കുന്നേ. ഗേൾസൊക്കെ ഇതിടുമ്പോൾ നല്ല രസമാണ്. ഇനി ഇതൊക്കെ കപ്പിൻ്റെ സെക്ഷൻസാണ്. പല വെറൈറ്റീസ് ഓഫ് കപ്സ് ഉണ്ട്. സ്റ്റാർട്ടിങ് 91 തൊട്ട് സ്റ്റാർട്ടിങ് റേറ്റാണ്. പല ഷേപ്പ് ആൻഡ് സൈസ് അനുസരിച്ച് അതിൻ്റെ റേറ്റ് മാറിക്കൊണ്ടിരിക്കും. ഇതൊക്കെ ക്ലീനിങ് സെക്ഷനാണ്. എന്താ അമ്മ നമ്മൾ വാങ്ങിക്കുന്നത്? ഈ സാധനം ഉണ്ടല്ലോ, നമ്മൾ അതിലോട്ട് ഫിക്സ് ചെയ്താൽ മതി. ഇതിന് എത്ര രൂപയാണ്? ഇതിന് അത് 130. 130. അത് മാറ്റിയാൽ മതി, റീപ്ലേസ് ചെയ്താൽ മതിയോ? ഇതുകൊണ്ട് എങ്ങനെ എനിക്കൊക്കെ പോകുന്നു. പക്ഷെ ഭയങ്കര തിന്നാന്ന് തോന്നുന്നു. ഇതുകൊണ്ട് അഴുക്ക് പോകാൻ ചാൻസ് ഇല്ല. ഇത് നമ്മുടെ ഇരിക്കുന്നതിൻ്റെ വേറെ ഒന്നാണ്. പക്ഷെ നല്ലതായിരിക്കും. ഇതും പക്ഷെ കുറച്ച് കട്ടി കുറവാണ്, അത് നമുക്ക് തോന്നുന്ന. മറ്റേ നമ്മൾ തേച്ച് ചടുവശം പണ്ട് അതും ഇങ്ങനെ ആയിരുന്നായിരിക്കും അല്ലേ? എൻ്റെ ഇങ്ങനെ ആയിരുന്നു. ഇത് കോരുന്ന സാധനം കൂടെ ഉള്ളതാണ് നമ്മുടെ. ആ, കാർഡ്ബോർഡ് ബോക്സാണ് എന്നോട്. ഞങ്ങളുടെ ചൂല് അഴുക്കായി. ഇപ്പോൾ 2 വർഷത്തിൽ കൂടുതലായി അത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്. അതിൻ്റെ അടിയിൽ ഇപ്പം ശരിക്കും തൂക്കുന്നില്ല, അത് വരുന്നില്ല അഴുക്കൊന്നും. അപ്പം നമ്മളൊരു പുതിയത് വാങ്ങിക്കാമെന്ന് കരുതുകയാണ്. ഇതാണിപ്പോൾ ഇവിടെ ഉള്ള ആകെയുള്ളൊരു ഓപ്ഷൻ. മനസ്സിലായോ? അതിൽ നമ്മൾ പിന്നെങ്ങാനും വന്ന് നോക്കണം. ഇത് വേണോ അമ്മേ? കൗണ്ടർ ഓക്കെ, അപ്പോൾ നമ്മൾ പലത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അവസാനം ഇതിൽ തന്നെ ഫൈനലൈസ് ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്ക് വേറെ സെക്ഷനിലേക്ക് പോയാലോ? ഇവിടെ എല്ലാവരും പല ഇതിൽ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ബോട്ടിൽസൊക്കെ കിട്ടും. അമ്മ സാധനം ഞാൻ എടുത്തിട്ടുണ്ടേ. മത്തായി സാധനം എൻ്റെ കയ്യിലുണ്ട്. ഓക്കെ, ഇവിടെ ബോട്ടിൽസൊക്കെ ഉണ്ട്. ഈ ഒരു ബോട്ടിലിനൊക്കെ 69 റുപ്പീസിന് കിട്ടും കേട്ടോ. അത് നല്ല ലാഭമാണെന്ന് തോന്നുന്നു. ഇപ്പോൾ ഓഫർ ഉണ്ടെന്ന് തോന്നുന്നു അതിന്. ഇവിടെ നമുക്ക് മേളിൽ കൂടെ ആൾക്കാരെ പോകുന്നൊക്കെ കാണാം. ഓ, അത് നല്ലതാണല്ലോ എന്നാ. ഇത് കോരുന്ന മാത്രമായിട്ട് കിട്ടും. ഓ, അത് നല്ലൊരു എഴുതിയേക്കുന്നത്. എന്തുവാ അത് എഴുതിയേക്കുന്നത്? ബ്ലൂം സെറ്റിനാണ് എനിക്ക് തോന്നുന്നു. എന്ത് ആളെന്ത് എൻ്റെ ആരെങ്കിലും ഉണ്ടോ? ചോദിച്ചു നോക്കാം എന്തുവാ ഇത്. അല്ല, ഇത് സെപ്പറേറ്റ് ആയിട്ട് കിട്ടുമെങ്കിൽ അതല്ലേ നല്ലത്. പക്ഷെ റേറ്റ് കൂടെ നോക്കണം നമുക്ക്. നമ്മുടെ ഇതാണോ നമ്മുടെ ഇരിക്കുന്നത്?
ഏകദേശം ഇതുപോലെ ഓ ശരിയാ. അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഇത് ഇതാ നമ്മുടെ ഇത്. ഇതാണോ? ഉറപ്പാണോ? ഇങ്ങനെ ഒരു ഇതുണ്ടോ ഇതിന്? ഇങ്ങനെ ഉണക്കാൻ പറ്റും സൈഡിലോട്ട്. ഇല്ല ഇല്ല, നേരെ ഇരിക്കുവാ ചെയ്യുന്നേ. അത് അനങ്ങത്തില്ല. പക്ഷെ ഷേപ്പ് ഇതാ. ആ ഷേപ്പ് ഇതാ. ഇത്രയും ലെയർ ഉണ്ട് അതിന്. ചിലപ്പോൾ ഇതും നമ്മുടെ കമ്പനി മാച്ച് ആവുമായിരിക്കും. പുള്ളിയോടും ചോദിച്ചാലോ? ഭയ്യ ये अलग से हमको मिलता है ये नहीं मैडम, ये क्या है इसके साथ भैया? और वो ये इसका है, मतलब ये और ये दोनों साथ में आएंगे। हाँ सेट है, और ये पड़ेगा आपको दोनों मिला के। മറ്റേതിൻ്റെ കമ്പി ചോദിച്ചു. അതേ വെക്കാൻ പറ്റും. ഓക്കെ. इसको पाना അത് വേണം മാറ്റിയെടുക്കും. അപ്പോൾ ഈ ഒരു സെറ്റിന് 260 ആണ്. അപ്പം നമ്മളിത് വാങ്ങിക്കാൻ പോവാണ്. കാരണം നമ്മുടെ അത് ഏകദേശം 2 years മേളിലായി. അല്ല, ഇത് കളറ് വേണം മാറ്റാം. കളർ മാറ്റാൻ വേണം. ഏത് കളർ വേണം? ബ്ലൂ വേണം, ഗ്രീൻ വേണം. ഗ്രീൻ വേണോ? ഓ വേണ്ട, ഇത് മതി അല്ലേ? ഇത് പക്ഷേ ബ്ലൂ ഉണ്ട്, ഇതാണെങ്കിലോ? ഗ്രീൻ, ബ്ലൂ ഉണ്ട്. നമ്മുടെ ഇരിക്കുന്ന ഇപ്പോൾ ഓൾറെഡി ഒരു ബ്ലൂ ആണ്. പക്ഷെ ഇതാണ് ഇതിൻ്റെ ഇതുമായിട്ട് മാച്ച് അത് ചെയ്യുന്നത്. തന്നെയാ സെയിം. ഏതാ? चाय कौन कौन पिएगा? ഇത്രയാണ് നമ്മുടെ ഇങ്ങനെ ബ്രഷ് ഉള്ളത് അല്ലേ? ആ അല്ല, അത് വേറെയാ. അത് വേറെ. പക്ഷേ ഇത് വേറെ ഞാൻ കണ്ടില്ല. കണ്ട അതിന് ഇതെന്നുള്ളത് ആ മനസ്സിലായോ? ഇതേ പറ്റത്തില്ല. അത് ഇത് നമുക്കിത് വാങ്ങിക്കാം അല്ലേ? നമുക്കിത് വാങ്ങിക്കാം. കളർ ഇത് കുഴപ്പമില്ലെന്ന് ഇത് തോന്നുന്നു. മതി. മാച്ച് ചെയ്യുന്നുണ്ട് ഇതുമായി. വല്ലപ്പോഴും ഒന്ന് കഴുകണമെന്നുള്ളത്. അപ്പം ഓക്കെ. അപ്പം നമ്മളിത് ഫൈനലൈസ് ചെയ്യുന്നു. വേറെ എന്തെങ്കിലും എടുത്തോ മത്തായി? ഓക്കെ. ഇവിടെ നമുക്ക് കമ്മലൊക്കെ കിട്ടും. സെറ്റായിട്ടുള്ള കമ്മൽ കണ്ടോ? വളയും മാലയൊന്നും വേണ്ട. ഓക്കെ. ഇനി ബില്ല് ചെയ്തിട്ട് നമ്മളിവിടെ നിന്ന് ഇറങ്ങുവാണ്. അത്രേ ഉള്ളൂ. ബൈ ബൈ.